3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പരാതി ഇവിടെ കിട്ടിയത്. മിസ്റ്റർ അനൂപ് കണ്ണൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷന് വരാത്തതുകൊണ്ട് 25 ലക്ഷം രൂപയോളം ചാനലിൽ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞാണ് പരാതി. അതനുസരിച്ച് ബിജുമേനന് കത്തയക്കുകയും അദ്ദേഹം അതിന് ചാനലിൽ പോകാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് മറുപടി തരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബിജുമേനനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ പ്രൊമോഷന് ചെല്ലാമെന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതിൻ്റെ ബേസിലാണ് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും അടുത്ത സിനിമയിൽ നിന്ന് ആ നിർമ്മാതാവ് ഈ അനൂപ് കണ്ണന് പൈസ കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. ആ കത്ത് ബിജുമേനനെ കത്ത് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്, അനൂപ് കണ്ണനെയും അറിയിച്ചിട്ടുണ്ട്. അതാണ് നടന്നിട്ടുള്ള സംഭവം. ഇല്ല, ബിജുമേനൻ അന്ന് കത്തേ ഉള്ളൂ, പ്രതികരിച്ചിട്ടില്ല. പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഞാനത് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ട് നമുക്ക് യാതൊരു വിവരവും പിന്നെ തന്നിട്ടില്ല. കരാറിലുണ്ട്, കരാറിലില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് ചാനലിൽ ചെല്ലാമെന്നോ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ചാനലിൽ ചെന്നോ ഇല്ലെന്നുള്ളതല്ല, പ്രൊമോഷന് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. പ്രൊമോഷന് 2 മണിക്കൂർ മാത്രമാണ് ചെലവഴിച്ചത് ഏതോ ഒരു സ്ഥലത്ത്. അല്ലാതെ അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. ഇവിടുത്തെ സീനിയർ താരങ്ങൾ മമ്മൂക്കയും മോഹൻലാലും അദ്ദേഹമൊക്കെ എല്ലാ പടത്തിനും പ്രൊമോഷന് ഒരുപാടായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാണ്. പലരും പ്രൊമോഷന് പോകുന്നില്ല. ഇത്രയും കോടികൾ മുടക്കി ഒന്നാമത് സിനിമാ വ്യവസായം ഇത്രയും മോശമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ പല ആൾക്കാരും പ്രൊമോഷന് പോകുന്നില്ല. എന്തോ ഒരു മോശം പോലെയാണ്. അത് ശരിയല്ല. ആ സിനിമ ആളുകളിലേക്ക് എത്തിക്കണ്ടേ. അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ വന്നിരുന്നാൽ നിങ്ങളിൽ എത്ര പേര് അതിനെക്കുറിച്ച് ഉള്ള വാർത്തകൾ കൊടുക്കും എന്നൊന്നും നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്. അത് വളരെ സീരിയസ് ആയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ എടുത്തിട്ടുണ്ട്. അമ്മ അസോസിയേഷൻ ഞങ്ങളൊരു കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര മീറ്റിംഗ് വേണമെന്ന്. ഈ ബിജുമേനോൻ്റെ ഇഷ്യൂ നടക്കുമ്പോൾ നേരിട്ട് കത്തെഴുതാൻ കാരണം അന്ന് അമ്മയുടെ അഡ്വോക്കേറ്റ് കമ്മിറ്റിയൊക്കെ ആയിരുന്നു. അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത്. കർക്കശമായ നടപടി പിന്തുടർന്ന് ശക്തമായ രീതിയിലേക്ക് സഹകരിക്കാത്ത ലെവലിലേക്കൊക്കെ നീങ്ങുമോ? വിലക്ക് പോലെ രീതിയിലേക്ക് അല്ല, അതിലേക്കൊന്നും അദ്ദേഹം പോകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളത് പുള്ളി അതിനെ കൂടുതൽ മറുപടി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ. അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന അക്സെപ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ആ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ആ ഇഷ്യൂ അന്ന് കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് വേറൊരു അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഇല്ല, ഒരുപാട് പേര് പോകുന്നില്ല എന്ന് നിർമ്മാതാക്കളുടെ പരാതിയുണ്ട്. വളരെ ഈ പരാതി അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും പരാതി കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കേൾക്കും, അതിന് ശക്തമായ നടപടി ഉണ്ടാകും. പ്രൊമോഷന് പോയിരിക്കണം, പോകാതിരിത്തുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് കോമ്പൻസേഷൻ അവർ കൊടുക്കേണ്ടി വരും. ഇല്ല, അത് അമ്മയുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കാര്യങ്ങൾ. ആ മീറ്റിംഗ് വേണം. അവരിപ്പോൾ അടുത്തിടെ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുടുംബസംഗമം കഴിഞ്ഞാൽ മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗ് ഉണ്ടായിട്ടൊരു തീരുമാനമുണ്ട്. നിരവധി താരങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് അതിന്റെ നിലപാട് എന്താണ്? അമ്മയൊരു ആലോചന നടക്കുന്നുണ്ടാണ് ഇങ്ങനെ നടപടി സ്വീകരിക്കുന്നത്. അല്ല, എന്താണ് സിനിമയിൽ അഭിനയിക്കാമെങ്കിൽ ആ പടം പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് അവർക്ക് ബുദ്ധിമുട്ട്? ഇതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നും അല്ലല്ലോ ആവശ്യപ്പെടുന്നത്. ഒരു സിനിമ അവർ അഭിനയിച്ച അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഈ നഷ്ടം നികത്താൻ വേണ്ടി അദ്ദേഹം എത്ര തുക നൽകണം എന്നതാണ് നമ്മൾ നല്ലൊരു ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപയാണ് അതിനകത്ത്. നമ്മൾ 15 ലക്ഷം രൂപ അവർ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലിസ്റ്റിൽ നിന്ന് ലിസ്റ്റിൻ സെക്രട്ടറിയാണ്. ലിസ്റ്റിൽ നിന്നുള്ളതല്ല, ലിസ്റ്റിന്റെ പടമായിരുന്നു അടുത്തുണ്ടായിരുന്ന. ആ പടത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 15 ലക്ഷം രൂപ വേണോ? അത് ഏത് രീതിക്കാണ്? കാരണം ബിജുമേനന്റെ കയ്യിലിരിക്കുന്ന ഒരു പടം, ആ പൈസ ഏത് രീതിക്ക് വീടാക്കും, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് അയാളുടെ അടുത്ത റെമ്യൂണറേഷനിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, കട്ട് ചെയ്യും. അയാൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ അനുവാദം കൂടെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അയാൾ സമ്മതിക്കുമായിരിക്കും. സമ്മതിക്കുന്നില്ല എന്ന് പുള്ളി അറിയിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അത് സമ്മതിക്കും. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ഇതൊരു 6 മാസത്തോളമായി. ഈ സിനിമ കുറച്ച് വലിയ സിനിമയാണെന്ന് തോന്നുന്നത്. താമസിക്കുന്നുണ്ട് ഇറങ്ങാൻ. അതിനുശേഷമാണ് മറ്റേ സിനിമ ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ പടം വരുന്നത് തന്നെ. അതുകൊണ്ടാണ് അതിൽ വരാതിരുന്നത്. ഈ സിനിമയിലാണ് അത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സെറ്റിൽമെന്റ് ബിജു സമ്മതിക്കുന്നത് തന്നെയാണ്. എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല.
ഇനിയിപ്പോ ഈ പ്രൊമോഷനുമായി സഹകരിക്കാത്ത നടന്മാർ ബിജുമാൻ മാത്രമല്ല മറ്റേത് നടന്മാരായാലും അവരുമായി സഹകരിക്കേണ്ട എന്ന് തീരുമാനത്തിലേക്ക് പോകുമോ? ഇല്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് അവരോട് ആവശ്യം. ആദ്യത്തെ പടിയാണ് അമ്മയായിട്ടുള്ള മീറ്റിംഗ്. അതിനകത്ത് ഞങ്ങൾ പറയും സിനിമയിൽ അഭിനയിച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ സീനിയർ എല്ലാ നടന്മാരും മിക്കവാറും എല്ലാവരും പോകുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്ത് സഹകരിക്കാത്തത്. അത് ശരിയായ ഒരു കാര്യമല്ല. പക്ഷെ അതിൽ തന്നെ ഈ മുതിർന്ന താരങ്ങളാണല്ലോ കൂടുതലും. ഇപ്പോൾ യുവതാരങ്ങൾ പൂർണ്ണമായും പലതരത്തിലും പരിപാടികൾ സഹകരിക്കുന്നു. പക്ഷേ ഈ സീനിയർ താരങ്ങളാണ് കൂടുതലായിട്ട് ഈ ഇത്തരം പ്രൊമോഷൻ പരിപാടികൾ വിട്ടു നിൽക്കുന്നത്. അല്ല, അത് തെറ്റാണ്. ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയ്ക്കും നന്നായിട്ട് പ്രൊമോഷന് പോകാറുണ്ട്. മമ്മൂക്ക പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. ദിലീപ് പോകാറുണ്ട്, സുരേഷ് ഗോപിയുടെ കാര്യം എനിക്ക് അടുത്ത് അദ്ദേഹം പോകാറുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അറിവ്. പിന്നെ മിക്കവാറും എല്ലാവരും. ഈ സൂപ്പർ താരങ്ങൾക്ക് താഴെ നിൽക്കുന്ന ആളുകളാണ് ഇത്തരം നിലപാടെടുക്കുന്നത്. ഞാനങ്ങനെ വ്യത്യാസപ്പെടുത്തി പറയല്ല. ചില ആൾക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ അയാളുടെ സിനിമയ്ക്ക് പോകുന്നതായിട്ട് അറിയാം, പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ബിജുവിനെതിരെ ഇപ്പൊ ഒരു പരാതി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പൊ അതിനുശേഷം ഈ പല ആളുകൾ ബിജുവിനെതിരെ രംഗത്തുണ്ട്. പല ആളുകൾ അവരൊക്കെ സിനിമയ്ക്ക് മുൻപ് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ പല മറ്റു പ്രഭാതത്തിൽ അങ്ങനെ കൂടുതൽ വേറെ പരാതികൾ ലഭിച്ചിട്ടില്ല. പരാതികൾ വെളിയിൽ പലരും പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു പരാതി തന്നാലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റൂ. അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയാൽ അത് നടപടി ഉണ്ടാവും. ഈ അനൂപ് കണ്ണൻ അല്ലാതെ ആരും ബിജുമാനെതിരെ പരാതി തന്നിട്ടില്ല. അയാളിപ്പോൾ അടുത്തിറങ്ങിയ സിനിമയ്ക്ക് പ്രൊമോഷന് പോയില്ല എന്ന് പറയുന്നു. അത് കുഴപ്പമില്ലെന്ന് തന്നെ നിർമ്മാതാവ് പറഞ്ഞായിട്ട് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ സംഘടനയ്ക്കും കുഴപ്പമില്ല. പല താരങ്ങളും ഇങ്ങനെ വരുന്നില്ല എന്ന് പറയുമ്പോൾ താരസംഘടനയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയില്ലേ? ഇല്ല, വരുന്നില്ല എന്ന് പറയുന്നത് പർപ്പസായിട്ട് അവർക്ക് അവരുടെ ഒരു മടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടായിരിക്കും. പക്ഷെ അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് പറയുന്നതിന് പകരം അവരുടെ സംഘടനയെ വിളിച്ച് ശക്തമായ ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും. അതിനുശേഷം ഉണ്ടായാൽ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ അവരുമായിട്ട് സഹകരിക്കില്ല. അങ്ങനെയുള്ള പടത്തിൽ അഭിനയിച്ച് പ്രൊമോട്ട് ചെയ്യാത്തവരുമായിട്ട് പിന്നെ എന്തിനാണ് സഹകരിക്കുന്നത്? അവരുടെയും കൂടെ സിനിമയല്ലേ, അവരുടെ പേരിലല്ലേ സിനിമ അറിയുന്നത്.